അറിയാമല്ലോ, നിങ്ങളെല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. നമുക്കിതിൽ ഇപ്പൊ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അല്ല, എനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങളും എനിക്ക് പറയാനുള്ള ഒരു അനുവാദം എനിക്കില്ല ഒരിടത്തുനിന്ന്. അതുകൊണ്ട് തീർച്ചയായും ഇതിനൊരു തീരുമാനം നിങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കും. ഇത് വിശദമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കും. എന്തോ ഇല്ല, എങ്ങനെയാണെന്ന് അറിയില്ല. ഇവര് പറയുന്ന രീതിയിൽ നമുക്ക് സഹകരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരോടും സ്നേഹം, നിങ്ങളുടെ സ്നേഹത്തിന് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാം താങ്ക്സ്. ഞാനിത് മുൻപ് മുതലേ ആലോചിക്കുന്ന കാര്യമാണ്. ഒരു പീഡന പരാതി വരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ദിലീപ് ഏട്ടനായാലും, അതുപോലെ ജയേട്ടനായാലും, അതുപോലെ സിദ്ദിഖ് ഇക്ക ആയാലും, നമ്മുടെ ഇടവേള ബാബു ചേട്ടനായാലും, ഇവരൊക്കെ പീഡന പരാതികൾ വന്ന സമയത്ത് മീഡിയ ചോദിക്കുന്ന സമയത്ത് ഇതേപോലെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്, ഞാനത് അവിടെ പറഞ്ഞോളാം, ഞാനത് ഇവിടെ പറഞ്ഞോളാം, നിങ്ങളോട് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത്. അതേസമയം നിവിൻ പോളിയുടെ ഒരു കേസ് ഇതുപോലെ വന്ന സമയത്ത് നിവിൻ പോളി വളരെ ക്ലിയർ ആയിട്ട് പത്രസമ്മേളനം വിളിച്ചു കൂട്ടി അങ്ങേർക്ക് പറയാനുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. നിവിൻ പോളിക്കെതിരെയുള്ള പരാതി വ്യാജമായിരുന്നു എന്നുള്ളത് ഒരാഴ്ച കൊണ്ട് തെളിയുകയും ചെയ്തു. പക്ഷേ ഈ നിവിൻ പോളിയുടെ കേസും ഈ ബാക്കിയുള്ള നടന്മാരുടെ കേസും തമ്മിൽ അപ്പോൾ എന്തായിരിക്കും വ്യത്യാസം? നിവിൻ പോളിയുടെ കേസ് പോലെ ബാക്കിയുള്ളവർക്കൊന്നും എന്തുകൊണ്ടായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്? ചിന്തിച്ച് നോക്കൂ.